അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ വിധിവിലക്കുകൾക്ക് ബാധകമായ ആളുകൾക്ക് മുക്കല്ലഫ് എന്നാണ് പറയാ. നമ്മളൊക്കെ അള്ളാഹിന്റെ വിധിവിലക്കുകൾക്ക് ബാധകമായി ജീവിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ മുക്കല്ലഫുകളാണ്. മുക്കല്ലഫുകളായ നമ്മളോട് വിധികൾ കൽപ്പിക്കുന്ന റബ്ബിനെ മുക്കല്ലിഫ് എന്നാണ് പറയാ. അപ്പൊ മുക്കല്ലഫായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരാൾ ഇബാദത്ത് ചെയ്താൽ മാത്രമേ അള്ളാഹു നമ്മിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുകയുള്ളൂ. ഇൽസാമുൽ മുക്കല്ലഫി നഫ്സഹു ബി ഇബാദത്തില്ല എന്നാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. സുന്നത്തായ ഒരു നോമ്പ് അള്ളാഹുവിന്റെ വേണ്ടി ഞാൻ നോൽക്കുവാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ ആ സുന്നത്തായ നോമ്പ് അയാളുടെ മേൽ നിർബന്ധമാണ്. ഇത് പറയുന്നതോടെ ആ സുന്നത്തായ ഇബാദത്ത് അയാൾക്ക് ഇൽസാം നിർബന്ധമായി തീർന്നു എന്നാണ്. ഇതുപോലെ ഹലാലായ കാര്യങ്ങളിലും നമുക്ക് നേർച്ച ചെയ്യാം. സുന്നത്തായ ഐച്ഛികമായ കാര്യങ്ങൾ ഞാൻ അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, അത് നാവ് കൊണ്ട് പറയണം എന്നാണ്. അപ്പോഴേ നേർച്ചയാവുള്ളൂ. മനസ്സ് ചിന്തിച്ചുകൊണ്ട് എന്താവില്ല, നേർച്ച ആവില്ല. അപ്പൊ നാളെ ഒരു സുന്നത്തായ കാര്യം, നാളെ ഞാനൊരു 10 പേജ് ഖുർആൻ ഓതുമെന്ന് റബ്ബിന്റെ നേർച്ചയാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആ 10 പേജ് ഖുർആൻ എന്റെ മേൽ ഓതൽ നിർബന്ധമായി. അപ്പൊ ഐച്ഛികമായ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്ത് നേർച്ചയാക്കിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് അയാൾക്ക് നിർബന്ധമായി. അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞ ചോറിന്റെ കാര്യം, അതിലും നേർച്ചയുണ്ട്. വാജിബായ കാര്യങ്ങൾ വെച്ച് നേർച്ചയാക്കാൻ പറ്റൂല. ഒരാൾ പറയണേ നാളെ ഞാൻ 5 നേരം നിസ്കരിക്കുമെന്ന് നേർച്ചയാക്കിയിരിക്കുന്നു. അതോ നേർച്ചയാക്കേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ടതാ. അത് ഓൾറെഡി ഒന്ന മേലെ വാജിബ. അപ്പൊ വാജിബായ കാര്യങ്ങളിൽ നേർച്ചല്ല. അതുകൊണ്ട് തന്നെ റബ്ബിന്റെ പൊരുത്തവും റബ്ബിന്റെ കുരുത്തവും ഒക്കെയാണ് നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇബാദത്ത്. നേർച്ച എന്താണ്? ഇബാദത്ത്. ഒരാളുടെ സാമീപ്യം ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അയാൾക്ക് നേർച്ച ചെയ്യാം. അതുകൊണ്ടാണ് അത് ഇബാദത്താകാൻ കാരണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യൂഫൂന ബിന്നദർ. പരിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തുൽ ദഹർ, ഇൻസാൻ എന്ന് പേരുണ്ട്. ആ അധ്യായത്തിന്റെ 7-ാമത്തെ ആയത്ത്. ഇതാണ് ശൈഖ് അവറുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച ചെയ്യൽ ശിർക്കാണ് എന്ന അധ്യായത്തിൽ കൊണ്ടുവന്ന ഒരായത്ത്. യൂഫൂന ബിന്നദർ, വിശ്വാസികൾ നേർച്ച നിറവേറ്റുന്നവരാണ്. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറൻ, അതിപ്രയാസകരമായ വ്യാപകമായ അന്ത്യനാളിനെ ഭയപ്പെടുകയും ചെയ്യുന്നവരാകുന്നു വിശ്വാസികൾ. ഈ ആയത്തിൽ അള്ളാഹു പറയപ്പെട്ട അബറാരിയങ്ങളുണ്ട്. അബറാരിയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് അവർ നേർച്ച നിറവേറ്റുന്നവരാണ്, പരലോകത്തെ പേടിക്കുന്നവരാണ് എന്നുള്ള പറഞ്ഞത്. ഒരുപാട് പ്രത്യേകതകൾ വേറെയും അവരുടേത് പറയുന്നുണ്ട്. കൂട്ടത്തിലാണ് നേർച്ച നിറവേറ്റുന്നവരാണ് എന്ന് പറഞ്ഞത്. അബറാർ എന്ന് പറഞ്ഞാൽ ആരാണ്? സുഹൃതവാന്മാർ. അള്ളാഹുവിന് വേണ്ടി നന്മ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് പറയും? അബറാർ എന്ന് പറയും. അത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അള്ളാഹു അത് പ്രത്യേകം അവന്റെ കലാമിലൂടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതായത് നേർച്ച നിറവേറ്റുന്നവരാണ് വിശ്വാസികൾ എന്ന് അള്ളാഹ് ഇഷ്ടത്തോടെ പറഞ്ഞതാ. നാളെ പരലോകത്തുള്ള പ്രയാസം വ്യാപകമായ ദിനത്തെ ഭയപ്പെടുന്നവരാകുന്നു അവർ എന്ന് ഇഷ്ടത്തോടെ പറഞ്ഞതാണ്. സുഹൃതവാന്മാരെ കുറിച്ച് അള്ളാഹ് പുകഴ്ത്തി പറഞ്ഞതാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നേർച്ച നിറവേറ്റുന്നവരാണെന്നുള്ള നിലക്ക് പണ്ഡിതന്മാർ പറയാണ് അതൊരു ഇബാദത്താണ് എന്നുള്ളത് തെളിവാകുന്നു ആ ആയത്ത്. ഇത് അള്ളാഹു അല്ലാത്തവരിലേക്ക് തിരിക്കുക എന്നുള്ളത് ഒരിക്കലും പാടുന്നതല്ല.